വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. ജീവിതത്തിൽ ആദ്യമായി ചെറുതുരുത്തി കേരള കലാമണ്ഡലം സന്ദർശനം നടത്തിയ സന്തോഷത്തിലാണ് മഹിളാ ശിക്ഷാ കേന്ദ്രങ്ങളിലെ 68 വിദ്യാർത്ഥികൾ. ചോട് എന്ന 4 ദിവസത്തെ നൃത്ത പരിശീലന പരിപാടിക്കായി എത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ. ജീവിതത്തിൽ ആദ്യമായി കലാമണ്ഡലം കാണുകയെന്ന വലിയൊരാഗ്രഹം സഫലീകരിച്ച സന്തോഷത്തിലാണ് മഹിളാ ശിക്ഷാ കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥിനികളായ പെൺകുട്ടികൾ. സ്റ്റേറ്റ് കൌൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് സെന്ററും കേരള കലാമണ്ഡലവും സംയുക്തമായി മഹിളാ സമിതിയുടെ കീഴിലുള്ള കേരളത്തിലെ കാസർകോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം എന്നീ 6 ജില്ലകളിലെ ഇരുള, മുടുക, കരിമ്പാല, കുറുമാർ, പണിയ, അടിയ, കാട്ടുനായ്ക്കർ, ചോലുനായ്ക്കർ, അറുനാടൻ, മാവിലൻ, മലവേട്ടുവ, മുതുവൻ എന്നീ വിഭാഗത്തിൽപ്പെട്ട 4ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന തിരഞ്ഞെടുത്ത 68 വിദ്യാർത്ഥിനികളെയാണ് 4 ദിവസം നീണ്ടുനിൽക്കുന്ന ചോട്, മോഹിനിയാട്ടം, ഭരതനാട്യം എന്നീ നൃത്തരൂപങ്ങൾ പഠിക്കാനായി കലാമണ്ഡലത്തിൽ എത്തിയത്. ആദ്യമായാണ് ഇവർ കലാമണ്ഡലം കാണുന്നത്. അതിന്റെ ഭാഗമായി ഓരോ കളരികളും കഥകളിയിലെ ആടയാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ ആകാംക്ഷയോടുകൂടിയാണ് ഓരോ വിദ്യാർത്ഥികളും നോക്കിക്കണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള വിവിധ കലാരൂപങ്ങളെ പരിചയപ്പെടുക, അത് എങ്ങനെ പരിചയപ്പെടുക, വെറുതെ കാണുക മാത്രമല്ല, അതിനുള്ള അവസരമുണ്ട്. ഇത് നമ്മൾ ചെയ്തുകൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്തുകൊണ്ട് അത് ചെയ്യാം. അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഇതുവരെ പരിചയിച്ച നൃത്തരൂപങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമുള്ളത്, അല്ലെങ്കിൽ അതിനോട് എത്രമാത്രം ചേർന്നിട്ടാണ് നിൽക്കുന്നത്, എത്രമാത്രം സാമ്യമുണ്ട് എന്നൊക്കെ മനസ്സിലാവും. തിരിച്ചത് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ഫോമുകൾ നമുക്ക് പഠിച്ചു തരണം, പറഞ്ഞു തരണം. അപ്പോൾ നമുക്കത് മനസ്സിലാവും. വലിയൊരു ദൗത്യം പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് ഇവർ. കാരണം പല സ്ഥലങ്ങളിലും ഇവർ ക്ലാസ്സിനും മറ്റും പോയിട്ടുണ്ടെങ്കിലും കലാമണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ ഇവർ മത്സരിച്ച് ശ്രമിക്കുന്നുമുണ്ട്. 4 ദിവസം മാത്രമേ മോഹിനിയാട്ടം, ഭരതനാട്യം എന്നിവ പഠിക്കാൻ അവസരമുള്ളൂ. എങ്കിലും ഒരു നൃത്തരൂപമെങ്കിലും ഞങ്ങൾ പഠിക്കുമെന്ന വാശിയിലാണ് ഈ വിദ്യാർത്ഥികൾ. ഇവർക്ക് വേണ്ടി രാവും പകലുമില്ലാതെ പഠിപ്പിച്ചു കൊടുക്കാൻ കലാമണ്ഡലം മോഹിനിയാട്ടം ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ രജിത രവിയും സ്കൂൾ വെക്കേഷനാണെങ്കിലും വീട്ടിൽ പോവാതെ 7ഓളം കലാമണ്ഡലം MA വിദ്യാർത്ഥികളും നൃത്തം പഠിപ്പിക്കാനായി ഒപ്പം ചേർന്നിട്ടുണ്ട്. ഇതുകൂടാതെ ഈ വിദ്യാർത്ഥികൾക്കറിയുന്ന ഇവരുടെ ഗോത്ര നൃത്തരൂപങ്ങൾ കലാമണ്ഡലം വിദ്യാർത്ഥികൾക്കും പകർന്നു നൽകുന്നുണ്ട്. സ്റ്റേറ്റ് കൌൺസിലിംഗ് മഹിളാ സമിഖ്യ ബോബി ജോസഫ്, റിസർച്ച് ഓഫീസർ കെ സതീഷ് കുമാർ, മറ്റ് ജോലിക്കാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരും ഒപ്പമുണ്ട്. ഞാനാണ് എൻ്റെ ഈ മക്കളെല്ലാവരും ഇവിടെ ഉള്ളത്. അതാണ് കലയാണ് ഞങ്ങളുടെ കലയും ഞങ്ങളുടെ സംസ്കാരവും വളരെ വളരെ മികച്ചതാണ്. അത് മാതൃകാപരവുമാണെന്നുള്ളത് കാണിക്കാനാണ് ഈ 68 പേര് ഇവിടെ ഇരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ അവസരവും ഒരുക്കി തന്നത് കലാമണ്ഡലം VC, അതുപോലെ തന്നെ രജിത മേഡം, ബാക്കി എല്ലാവരും, അച്യുതാനന്ദ സാറ്. ഇവിടെ കലാമണ്ഡലത്തിൽ വരുമ്പോൾ ഞങ്ങൾക്കൊരു ഗ്രഹാതുരത്വം പോലെയാണ്. എല്ലാവരും പ്രത്യേകിച്ച് ഞങ്ങളോടൊപ്പം നിന്ന്, വേറെ കുട്ടികളാണെന്നുള്ളൊരു ഇതില്ലാതെ നമ്മളോടൊപ്പം നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു തന്നിട്ടുണ്ട്. കലാമണ്ഡലത്തിലെ എല്ലാ ആളുകൾക്കും മഹിളാ സമിതിയുടെ സ്നേഹാദരവും അറിയിക്കുന്നു. പിന്നെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന സതീഷ് സാറാണ് എല്ലാ ഘട്ടത്തിലും. ന്യൂസ് ഡെസ്ക് CCV.